ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറിൽ ബ്ലോക്ക് 6 യൂണിറ്റ് 1 BR അംബേദ്കറിൻ്റെ ഒരു ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേര് BR അംബേദ്കർ, കാസ്റ്റ് ആൻഡ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എലാബറേറ്റ് ഓൺ അംബേദ്കർ സ്പീച്ച് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. ജാതി ഉന്മൂലനം എന്ന അംബേദ്കറുടെ പ്രസംഗത്തെക്കുറിച്ച് വിശദീകരിക്കുക. ആൻസർ, 1936 പ്രസിദ്ധമായ ജാതി ഉന്മൂലനം എന്ന പ്രസംഗം അംബേദ്കർ എഴുതിയത്. ഇതിലൂടെ അദ്ദേഹം ഹിന്ദു മതത്തെ വിമർശിച്ചു. ഹിന്ദുയിസത്തിൽ ധാരാളം ആശയപരമായ ഭിന്നതകൾ ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. താൻ ജനിച്ചത് ഒരു ഹിന്ദു ആയിട്ടാണെങ്കിലും അങ്ങനെ മരിക്കാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് 1935 അദ്ദേഹം പ്രഖ്യാപിച്ചു. സാധാരണ ജനങ്ങളെ ശാക്തീകരിക്കാൻ ബുദ്ധസംഘങ്ങൾക്ക് കഴിയുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. ബുദ്ധമതത്തിൽ അദ്ദേഹം ഒരു പുതിയ വ്യാഖ്യാനം വികസിപ്പിച്ചെടുത്തു. അത് അംബേദ്കർ ബുദ്ധിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. സാമൂഹിക മാറ്റത്തെ അദ്ദേഹം പിന്തുടർന്നു. സാമൂഹിക മാറ്റത്തെ അദ്ദേഹം ഘട്ടങ്ങളായി വിഭജിച്ചു. വൈദിക സമൂഹവും ആര്യ സമൂഹത്തിലേക്കുള്ള അധപതനവും ബുദ്ധമതത്തിൻ്റെ ഉയർച്ചയും സാമൂഹികവും ധാർമ്മികവുമായ പരിവർത്തനവും അത് ചലനത്തിലേക്ക് നയിച്ചു. അവസാനമായി പ്രതിവിപ്ലവവും ബ്രാഹ്മണ്യത്തിൻ്റെ ഉദയവും എന്നിവയാണ് ആ ഘട്ടങ്ങൾ. ഹിന്ദു വിശുദ്ധ ഗ്രന്ഥങ്ങളെയും സാഹിത്യത്തെയും അദ്ദേഹം വിമർശിച്ചു. അദ്ദേഹത്തിൻ്റെ കൃതിയായ ബുദ്ധനും ധർമ്മവും എന്നതിൽ ബുദ്ധൻ്റെ കേന്ദ്ര ഉപദേശത്തെ സമകാലിക പ്രസക്തിയോടുകൂടിയും മാനവികതയുടെ ആദരവോടുകൂടിയും അദ്ദേഹം പ്രസംഗിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു. കൂടാതെ ഹിന്ദുമതത്തിന് വിരുദ്ധമായ ബുദ്ധമതത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെ അദ്ദേഹം സൂചിപ്പിച്ചു. ജാതി ഉന്മൂലനം എന്ന ഗ്രന്ഥത്തിൽ ജാതിരഹിതമായ ഒരു സമൂഹം കൈവരിക്കുന്നതിനുള്ള ഒരു സമീപനം അദ്ദേഹം സൂചിപ്പിക്കുന്നു. 1954-55 കാലത്ത് അദ്ദേഹം എഴുതിയ ഗ്രന്ഥശീർഷകത്തിൽ ഹിന്ദു വിശുദ്ധ ലിഖിതങ്ങളെയും ഇതിഹാസങ്ങളെയും വിമർശിച്ചു. ഇതിനെതിരെ പ്രതിഷേധങ്ങളും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ആഴ്ചകൾക്ക് മുമ്പ് 1956 ഡിസംബർ 16 അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. തൊട്ടുകൂടായ്മ കാരണം അംബേദ്കർ ഹിന്ദുമതത്തെ എതിർത്തു. ഇന്ത്യൻ സമൂഹത്തിലെ ജാതി എൻഡോഗമിയെയും അദ്ദേഹത്തിൻ്റെ അനന്തരഫലങ്ങളെയും അദ്ദേഹം വിമർശിച്ചു. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ എൻഡോഗമി